Dear students, സർഫസ് കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററിലെ മൂന്നാമത്തെ മെയിൻ ടോപ്പിക്കാണ് കൊളോയിഡ്സ് എന്നുള്ളത്. കൊളോയിഡ്സ് എന്താണ് കൊളോയിഡ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ സൊല്യൂഷൻ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൊല്യൂട്ട് ഡിസോൾവഡ് ഇൻ സോൾവെൻറ്റ്. സൊല്യൂട്ട് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ സൊല്യൂഷൻ എന്ന് വിളിക്കുക. സൊല്യൂഷനിൽ പാർട്ടിക്കിളിൻ്റെ സൈസ് ലെസ് ദാൻ 1 നാനോമീറ്റർ ആയിരിക്കും. സൊല്യൂഷൻ്റെ കേസിൽ പാർട്ടിക്കിൾ സൈസ് എത്രയാണ്? 1 നാനോമീറ്ററിനേക്കാളും താഴെയായിരിക്കും. വേറെ ഒരു പുതിയൊരു ടേമാണ് സസ്പെൻഷൻ എന്ന് പറയും. അതായത് സാൻഡ് ഇൻ വാട്ടർ, മണൽ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യാതെ കിടക്കുകയാണ് ചെയ്യുക. അതൊക്കെ ഒരു സസ്പെൻഷൻ എക്സാമ്പിളാണ്. അപ്പോൾ ഈ സസ്പെൻഷൻ്റെ കേസിൽ particle size greater than 1000 nanometer. In the case of suspension, particle size is greater than 1000 nanometer. In the case of solution, particle size is less than 1 nanometer. Then ഇത് രണ്ടിൻ്റെയും ഇടയിൽ പാർട്ടിക്കിൾ സൈസ് ഉള്ള വസ്തുക്കളെയാണ് കൊളോയിഡ്സ് എന്ന് വിളിക്കുക. അപ്പോൾ പാർട്ടിക്കിൾ സൈസ് എത്രയായിരിക്കും? 1 നാനോമീറ്റർ ടു 1000 നാനോമീറ്റർ. കൊളോയിഡിൻ്റെ കേസിൽ പാർട്ടിക്കിൾ സൈസ് 1 നാനോമീറ്റർ ടു 1000 നാനോമീറ്റർ. അതായത് 10⁻⁹ ടു 10⁻�6 മീറ്റർ. 1 നാനോമീറ്റർ ടു 1000 നാനോമീറ്റർ ഓർ 10⁻⁹ ടു 10⁻6 മീറ്റർ. ദെൻ വാട്ട് ആർ കൊളോയിഡ്സ്? നമുക്കതിലേക്ക് നോക്കാം. കൊളോയിഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഹെട്രോജീനിയസ് സിസ്റ്റം ഇൻ വിച്ച് വൺ സബ്സ്റ്റൻസ് ഈസ് ഡിസ്പേഴ്സ്ഡ്. ഇതൊരു ഹെട്രോജീനിയസ് സിസ്റ്റമാണ്. നമുക്കറിയാം സൊല്യൂഷൻ എന്നുള്ളത് ഹോമോജീനിയസ് സിസ്റ്റമാണ്. ഹോമോജീനിയസ് എന്ന് പറയുമ്പോൾ എല്ലാ ഭാഗത്തും ഒരേ കോൺസെൻട്രേഷൻ കാണിക്കുക, ഒരേ പ്രോപ്പർട്ടി കാണിക്കുക, അതാണ് ഹോമോജീനിയസ്. ഇവിടെ കൊളോയിഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഹെട്രോജീനിയസ് സിസ്റ്റം ഇൻ വിച്ച് വൺ സബ്സ്റ്റൻസ് ഈസ് ഡിസ്പേഴ്സ്ഡ്. ഒരു വസ്തു എന്ത് ചെയ്യുന്നു? ഡിസ്പേഴ്സ് ചെയ്യുന്നു. അത് ഡിസോൾവ് ചെയ്യുന്നു എന്നുള്ള മീനിങ്ങിലെടുക്കാം. ഡിസ്പേഴ്സ് ചെയ്യുന്നു. ആ വസ്തുവിനെ പറഞ്ഞ പേരാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. ആസ് വെരി ഫൈൻ പാർട്ടിക്കിൾ ഇൻ അനദർ സബ്സ്റ്റൻസ്. വളരെ ചെറിയ പാർട്ടിക്കിളായിട്ട് എവിടെ? ഇൻ അനദർ സബ്സ്റ്റൻസ്, വേറെ ഒരു സബ്സ്റ്റൻസിൽ. അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഡിസ്പേർഷൻ മീഡിയ. അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസ് ഡിസ്പേഴ്സ്ഡ് ഇൻ ഡിസ്പേർഷൻ മീഡിയം. ഏതുപോലെ? സൊല്യൂട്ട് ഡിസോൾവ് ഇൻ സോൾവെൻറ്റ്. അല്ലേ? സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സൊല്യൂട്ട് ഡിസോൾവ് ഇൻ സോൾവെൻ്റ് എന്നാണ്. അതേപോലെ കൊളോയിഡ് എന്ന് പറയുമ്പോൾ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഡിസ്പേഴ്സ്ഡ് ഇൻ ഡിസ്പേർഷൻ മീഡിയം. ഇതാണ് കൊളോയിഡ്. ആ കൊളോയിഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഹെട്രോജീനിയസ് സിസ്റ്റം ഇൻ വിച്ച് one substance, that is dispersed phase, is dispersed in another substance called dispersion media. The particle size of colloids 1 nanometer to 1000 nanometer or 10⁻⁹ meter to 10⁻�6 meter. Okay. Then classification of colloids. കൊളോയിഡ്സിൻ്റെ പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയ. ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെയും ഡിസ്പേർഷൻ മീഡിയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കൊളോയിഡുകൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അതിൽ 8 ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് നമുക്കവിടെ പഠിക്കാനുള്ളത്. ഓരോന്നായിട്ട് നോക്കാം. DP എന്ന് പറയുമ്പോൾ ഡിസ്പേഴ്സ്ഡ് ഫേസ്, DM എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസ്പേർഷൻ മീഡിയ. പിന്നെ ഇവിടെ കൊളോയിഡിൻ്റെ ടൈപ്പ്, എക്സാമ്പിൾ, ഇങ്ങനെ 4 കോളം ആയിട്ടാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കുക. ഇപ്പോൾ ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡ്, ഡിസ്പേർഷൻ മീഡിയം സോളിഡ്. ഇപ്പോൾ നമ്മൾ പറയാനുള്ള എളുപ്പത്തിന് ഡിസ്പേഴ്സ്ഡ് ഫേസ് ഇൻ ഡിസ്പേർഷൻ മീഡിയം, ആ ഫോമിലാണ് സാധാരണ പറയാം. അത് സോളിഡ് ഇൻ സോളിഡ്. സോളിഡ് ഇൻ സോളിഡ് ആണെങ്കിൽ കൊളോയിഡിൻ്റെ ടൈപ്പാണ് സോളിഡ് സോൾ. സോളിഡ് ഇൻ സോളിഡ് ടൈപ്പ് ഓഫ് കൊളോയിഡ് ഈസ് സോളിഡ് സോൾ. അതിന് എക്സാമ്പിളാണ് ജം സ്റ്റോൺസ്, അതേപോലെ കളേർഡ് ഗ്ലാസസ്. ജം സ്റ്റോൺസും
കളേർഡ് ഗ്ലാസ് ഒക്കെ സോളിഡ് സോളിന് എക്സാമ്പിളാണ്. ദെൻ സോളിഡ് ഇൻ ലിക്വിഡ്, സോളിഡ് ഇൻ ലിക്വിഡ്, ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡ്, ഡിസ്പേർഷൻ മീഡിയം ലിക്വിഡ്. ടൈപ്പ് ഓഫ് കൊളോയിഡ് സോൾ. എക്സാമ്പിൾ ബ്ലഡ്, പെയിൻറ്റ്. ബ്ലഡും പെയിൻറ്റും സോളിന് എക്സാമ്പിളാണ്. ദെൻ സോളിഡ് ഇൻ ഗ്യാസ്, സോളിഡ് ഇൻ ഗ്യാസ്. ടൈപ്പ് ഓഫ് കൊളോയിഡ് സോളിഡ് എയറോസോൾ, സോളിഡ് എയറോസോൾ. എക്സാമ്പിൾ ഡസ്റ്റ്, സ്മോക്ക്, ഡസ്റ്റ്, സ്മോക്ക്. പൊടി, പുക. ദെൻ ലിക്വിഡ് ഇൻ സോളിഡ്. ലിക്വിഡ് ഇൻ സോളിഡ് ആണെങ്കിൽ അതിൻ്റെ പേര് ജെല്ല് എന്നാണ്, ജെല്ല്. എക്സാമ്പിൾ ബട്ടർ, അതേപോലെ തന്നെ ജെല്ലി, ബട്ടർ, ജെല്ലി, അതൊക്കെ ജെല്ലിൽ ഉൾപ്പെടുന്നതാണ്. ലിക്വിഡ് ഇൻ ലിക്വിഡ്. ലിക്വിഡ് ഇൻ ലിക്വിഡ് ആണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് എമൽഷൻ. ലിക്വിഡ് ഇൻ ലിക്വിഡ് ഈസ് എമൽഷൻ. എമൽഷൻ എക്സാമ്പിളാണ് ഹെയർ ക്രീം, മിൽക്ക്, ഹെയർ ക്രീം, മിൽക്ക്. ദെൻ ലിക്വിഡ് ഇൻ ഗ്യാസ്. ലിക്വിഡ് ഇൻ ഗ്യാസ് എക്സാമ്പിൾ ടൈപ്പ് ഓഫ് കൊളോയിഡ് ലിക്വിഡ് എയറോസോൾ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഡിസ്പേർഷൻ മീഡിയമായിട്ട് ഗ്യാസ് വന്നാൽ എയറോസോൾ എന്നാണ് വിളിക്കുക. അതിൽ തന്നെ ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡ് ആണെങ്കിൽ സോളിഡ് എയറോസോൾ, ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡ് എയറോസോൾ എന്ന് പേര് കൊടുക്കാം. എക്സാമ്പിൾ ഫോഗ്, ക്ലൗഡ്, അതുപോലെ ഇൻസെക്ടിസൈഡ് സ്പ്രേ. നമ്മൾ അഗ്രികൾച്ചറൽ ഫീൽഡിലൊക്കെ ഉപയോഗിക്കുന്ന സ്പ്രേ. ഫോഗ്, ക്ലൗഡ്, ഇൻസെക്ടിസൈഡ് സ്പ്രേ, ഇതൊക്കെ ലിക്വിഡ് എയറോസോളിന് എക്സാമ്പിളാണ്. ഇനി ഒരു 2 ടൈപ്പും കൂടെ ഉണ്ടായിരിക്കും. ഏതായിരിക്കും അത്? ഏതായിരിക്കും? ഇപ്പോൾ സോളിഡിൻ്റെ ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡ് ആയിട്ടുള്ള 3 കഴിഞ്ഞു, ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡ് ആയിട്ടുള്ള 3 കഴിഞ്ഞു. അപ്പം പിന്നെ അടുത്തത് നോക്കാം. ഇനിയുള്ള 2 ഗ്യാസ് ഇൻ സോളിഡും ഗ്യാസ് ഇൻ ലിക്വിഡും. ഗ്യാസ് ഇൻ സോളിഡ് ആൻഡ് ഗ്യാസ് ഇൻ ലിക്വിഡ്. എന്തുകൊണ്ട് ഗ്യാസ് ഇൻ ഗ്യാസ് ഉണ്ടാവില്ല? ഗ്യാസ് ഇൻ ഗ്യാസ് ഇല്ലാതിരിക്കാൻ കാരണം ഗ്യാസ് ഇൻ ഗ്യാസ് ആണെങ്കിൽ അത് മിസ്സിബിളാണ്, പരസ്പരം ലയിക്കും. അത് പാർട്ടിക്കിൾ സൈസ് 1 നാനോമീറ്ററിനേക്കാളും താഴെയായിട്ട് മാറും. സൊല്യൂഷൻ എന്നുള്ള ഒരു ക്ലാസ്സിലാണ് അത് വരിക. അതുകൊണ്ടാണ് ഇവിടെ നമ്മളത് ഉപയോഗിക്കാത്തത്. ഇവിടെ ഗ്യാസ് ഇൻ സോളിഡ് ആണെങ്കിൽ അതിൻ്റെ പേരാണ് സോളിഡ് സോൾ. ഗ്യാസ് ഇൻ സോളിഡ്, സോളിഡ് സോൾ. ഗ്യാസ് ഇൻ ലിക്വിഡ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഫോം എന്നാണ്, ഫോം. സോളിഡ് സോൾ. ഗ്യാസ് ഇൻ സോളിഡ് ആണെങ്കിൽ അതിൻ്റെ പേര് സോളിഡ് സോൾ. ഗ്യാസ് ഇൻ ലിക്വിഡ് ആണെങ്കിൽ അതിൻ്റെ പേര് ഫോം. ദെൻ എക്സാമ്പിൾ നോക്കാം. സോളിഡ് സോളിന് എക്സാമ്പിളാണ് ഫോം റബ്ബർ, ഫോം റബ്ബർ. അതേപോലെ തന്നെ പിമൈസ് സ്റ്റോൺ, ഫോം റബ്ബറും പിമൈസ് സ്റ്റോണും. ഗ്യാസ് ഇൻ ലിക്വിഡ്, അതായത് ഫോമിന് എക്സാമ്പിളാണ് ഫ്രോത്ത്, അതുപോലെ സോപ്പ്, ലാദർ, സോപ്പിൻ്റെ പത. അപ്പോൾ ഗ്യാസ് ഇൻ സോളിഡ് ആണെങ്കിൽ സോളിഡ് സോൾ, എക്സാമ്പിൾ ഫോം റബ്ബർ, പിമൈസ് സ്റ്റോൺ. ഗ്യാസ് ഇൻ ലിക്വിഡ് ആകുമ്പോൾ ആ ടൈപ്പ് ഓഫ് കൊളോയിഡിൻ്റെ പേര് ഫോം എന്നാണ്, എക്സാമ്പിൾ ഫ്രോത്ത്, സോപ്പ്, ലാദർ. ഇതാണ് ബേസ്ഡ് ഓൺ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. കൊളോയിഡ്സ് ആർ ഓഫ് 8 types. സോളിഡ് ഇൻ സോളിഡ്, സോളിഡ് ഇൻ ലിക്വിഡ്, സോളിഡ് ഇൻ ഗ്യാസ്, liquid in solid, liquid in liquid, liquid in gas, and gas in solid, gas in liquid. Then colloid in the classification രണ്ടാമത്തെ കേസ് നോക്കാം. Based on nature of interaction between dispersed phase and dispersion medium. അത് dispersed phaseഉം dispersion medium തമ്മിലുള്ള ഇൻ്ററാക്ഷൻ്റെ അടിസ്ഥാനത്തിൽ അവരെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിൽ ഹൈ അട്രാക്ഷൻ ആണെങ്കിൽ, അതായത് സോൾവെൻറ്റ് ലവിങ് ആണെങ്കിൽ, ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിൽ അഫിനിറ്റി കൂടുതലാണെങ്കിൽ ആ കൊളോയിഡിനെ വിളിക്കുന്ന പേരാണ് ലയോഫിലിക് സോൾ. സോൾ എന്ന് പറഞ്ഞാൽ കൊളോയിഡ്, ലയോഫിലിക് സോൾ.
ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിൽ അത്ര അട്രാക്ഷനൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പേരെന്താണ്? ലയോഫോബിക് സോൾ. സോൾവെൻറ്റ് ഹെയ്റ്റിംഗ് എന്നുള്ള വാക്കാണ് ലയോഫോബിക് സോൾ. ഇനി നമുക്ക് ഇവരുടെ പ്രോപ്പർട്ടീസ് നോക്കാം. ലയോഫിലിക് സോളിൻ്റെ പ്രത്യേകത അത് റിവേഴ്സിബിൾ ആണ്. റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ ആ കൊളോയിഡ് ഉണ്ടായിക്കഴിഞ്ഞാലും ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയത്തെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്യാം. റിവേഴ്സിബിൾ. ലയോഫോബിക് ആണെങ്കിലോ ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ. ലയോഫോബിക് സോള് ഇറിവേഴ്സിബിൾ. ദെൻ ലയോഫിലിക് സോള് നമുക്കറിയാം ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിൽ ഹൈ അഫിനിറ്റി ഉണ്ട്. സോ ദേ ആർ ക്വൈറ്റ് സ്റ്റേബിൾ. അതുകൊണ്ട് അവർ ഈ കൊളോയിഡായിട്ട് തന്നെ നിൽക്കാൻ സ്റ്റെബിലിറ്റി ഉണ്ട്. ദേ ആർ ക്വൈറ്റ് സ്റ്റേബിൾ ആൻഡ് നോട്ട് ഈസിലി കൊയാഗുലേറ്റഡ് ബൈ ദ അഡീഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. സാധാരണ കൊളോയിഡിലേക്ക് ഇലക്ട്രോലൈറ്റ്, ഓപ്പോസിറ്റ് ചാർജുള്ള ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പരസ്പരം മിക്സ് ചെയ്യുകയും പാർട്ടിക്കിൾ സൈസ് 1000 നാനോമീറ്ററിനേക്കാൾ കൂടുകയും ചെയ്യാറുണ്ട്. അതെവിടെ സംഭവിക്കണില്ല? ലയോഫിലിക് സോളിൽ സംഭവിക്കില്ല. കാരണം ദേ ആർ ക്വൈറ്റ് സ്റ്റേബിൾ ആൻഡ് നോട്ട് ഈസിലി കൊയാഗുലേറ്റഡ് ബൈ ദ അഡീഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. സ്റ്റേബിളാണ്, അതുകൊണ്ട് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൊയാഗുലേഷൻ, പ്രസിപ്പിറ്റേഷൻ നടക്കുന്നില്ല. ലയോഫോബിക് സോളിൻ്റെ കേസിലോ സ്റ്റെബിലിറ്റി വളരെ കുറവാണ്, ലെസ് സ്റ്റേബിളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൊയാഗുലേഷൻ ടേക്സ് പ്ലേസ്. ലയോഫോബിക് സോളിൻ്റെ കേസിൽ ഇറ്റ് ഈസ് ലെസ് സ്റ്റേബിൾ, സോ ഇറ്റ് കൊയാഗുലേറ്റഡ് വെൻ ആഡിങ് സം എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ്. കുറച്ച് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു? കൊയാഗുലേഷൻ നടക്കുന്നു. ദെൻ ലയോഫിലിക് സോളിൻ്റെ കേസിൽ പ്രിപ്പറേഷൻ മെത്തേഡ് വളരെ ഈസിയാണ്. പ്രിപ്പറേഷൻ മെത്തേഡ് ഈസ് ഈസി. ലയോഫോബിക് ആണെങ്കിൽ ഡിഫിക്കൾട്ട് ടു പ്രിപ്പയർ. ഡിഫിക്കൾട്ട് ടു പ്രിപ്പയർ. പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് തന്നെയാണ് ലയോഫിലിക് സോള് സെൽഫ് സ്റ്റെബിലൈസ്ഡ് ആണ്. സ്വയം അത് സ്റ്റേബിളാണ്, സ്ഥിരത കൈവരിച്ചതാണ്. ലയോഫോബിക് ആണെങ്കിലോ അൺസ്റ്റേബിളാണ്, സ്റ്റെബിലിറ്റി കുറവാണ്. അതുകൊണ്ട് സ്റ്റേബിളായിട്ട് നിൽക്കണമെങ്കിൽ എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം? സ്റ്റെബിലൈസിങ് ഏജൻറ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കണം. ലയോഫോബിക് സോൾസ് ആർ അൺസ്റ്റേബിൾ ആൻഡ് റിക്വയർ സം സ്റ്റെബിലൈസിങ് ഏജൻറ്റ്. ഇതാണ് ബേസ്ഡ് ഓൺ നാച്ചർ ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയ എന്നുള്ള രൂപത്തിൽ നമ്മൾ രണ്ടായിട്ട് തിരിക്കും, ലയോഫിലിക് സോളും ലയോഫോബിക് സോളും. അപ്പോൾ മിനിമം ഈ 4 പോയിൻ്റെങ്കിലും എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ചു വെക്കണം. എക്സാമിന് വളരെ അത്യാവശ്യം വരുന്നതാണ്. കമ്പയർ ലയോഫിലിക് സോൾ ആൻഡ് ലയോഫോബിക് സോൾ. ഓക്കെ, സോ കൊളോയിഡിൻ്റെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനിലേക്ക് വരാം. ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് പാർട്ടിക്കിൾ. പാർട്ടിക്കിളിൻ്റെ നേച്ചറിനനുസരിച്ച് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതായത് ഫസ്റ്റ് വൺ നമ്മൾ നോക്കുകയാണെങ്കിൽ മൾട്ടി മോളിക്യുലാർ കൊളോയിഡ്സ്. മൾട്ടി മോളിക്യുലാർ കൊളോയിഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളടുത്തൊരു പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം. സപ്പോസ് ഒരു പാർട്ടിക്കിൾ എ നമ്മളെ കയ്യിലുണ്ട്. ആ എയുടെ പാർട്ടിക്കിൾ സൈസ് 0.7 നാനോമീറ്റർ ആണ്. 0.7 നാനോമീറ്റർ. അപ്പോൾ ഇത് കൊളോയിഡിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. കാരണം കൊളോയിഡിൻ്റെ പാർട്ടിക്കിൾ സൈസ് എവിടെയാണ്? 1 to 1000 നാനോമീറ്ററിലാണ്. അപ്പോൾ ഇത് കൊളോയിഡ് അല്ല. ദെൻ അടുത്തൊരു പാർട്ടിക്കിൾ എടുക്കാം, ബി. പാർട്ടിക്കിൾ സൈസ് 0.5 നാനോമീറ്റർ. അതും എവിടെയല്ല? കൊളോയിഡൽ റേഞ്ചിലല്ല. ദെൻ നമ്മൾ ഇത് രണ്ടും കൂടെ അഗ്രഗേറ്റ് ചെയ്താൽ, ഇത് രണ്ടും കൂടെ ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ പാർട്ടിക്കിൾ സൈസ് എവിടെ എത്തി? 1.2 നാനോമീറ്റർ. അത് ഏതിൽ വരും? കൊളോയിഡൽ റേഞ്ചിൽ വരും. ഇത്തരത്തിൽ ചെറിയ ചെറിയ ആറ്റങ്ങൾ അല്ലെങ്കിൽ മോളിക്യൂളുകൾ ഹാവിങ് ലെസ് ദാൻ 1 നാനോമീറ്റർ സൈസ്, 1 നാനോമീറ്ററിനേക്കാളും താഴെയുള്ള സൈസുള്ള ചെറിയ ആറ്റങ്ങളോ അല്ലെങ്കിൽ മോളിക്യൂളുകളോ അഗ്രഗേറ്റ് ചെയ്ത് കൂടിച്ചേർന്ന് കൊളോയിഡ് ഉണ്ടാവുന്നതിൻ്റെ പേരാണെന്ത്? മൾട്ടി മോളിക്യുലാർ കൊളോയിഡ്സ്. ഒരുപാട് മോളിക്യൂളുകൾ കൂടിച്ചേർന്ന കൊളോയിഡ്. ആ മൾട്ടി മോളിക്യുലാർ കൊളോയിഡ്സ് എന്ന് പറയുമ്പോൾ ഹിയർ നമ്പർ ഓഫ് സ്മോളർ ആറ്റംസ് ഓർ മോളിക്യൂൾസ് അഗ്രഗേറ്റ് ടു ഫോം കൊളോയിഡ്. എക്സാമ്പിളാണ് സൾഫർ സോൾ, ഗോൾഡ് സോൾ, പ്ലാറ്റിനം സോൾ. സൾഫർ സോൾ, ഗോൾഡ് സോൾ ആൻഡ് പ്ലാറ്റിനം സോൾ. രണ്ടാമത്തെ കേസ് മാക്രോമോളിക്യുലാർ കൊളോയിഡ്സ്. മാക്രോമോളിക്യുലാർ കൊളോയിഡ് എന്ന് പറയുമ്പോൾ അവിടെ കൊളോയിഡിൻ്റെ പാർട്ടിക്കിൾ, അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസ് തന്നെ
കൊളോയിഡൽ പാർട്ടിക്കിൾ ആവാനുള്ള വലിപ്പത്തിലുള്ളതാണ്. കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആവാനുള്ള സൈസ് ആർക്കുണ്ട്? ഓരോ കൊളോയിഡിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിളിനും ഉണ്ട്. അതിനെയാണ് നമ്മൾ മാക്രോ മോളിക്യുലാർ കൊളോയിഡ്സ് എന്ന് വിളിക്കുക. എക്സാമ്പിൾ സോൾസ് ഓഫ് സ്റ്റാർച്ച്, സെല്ലുലോസ്, പ്രോട്ടീൻ. സ്റ്റാർച്ച്, സെല്ലുലോസ്, പ്രോട്ടീൻ ഇവരുടെയൊക്കെ കൊളോയിഡുകൾ ഏതിൽ വരും? മാക്രോ മോളിക്യുലാർ കൊളോയിഡ്സിൽ വരുന്നതാണ്. അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസിന് തന്നെ കൊളോയിഡ് ആവാനുള്ള സൈസിലാണുള്ളത്. അതായത് ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിളും അവിടെ എന്തായിരിക്കും? കൊളോയിഡൽ സൈസിൽ കാണപ്പെടുന്നതാണ്. ദെൻ തേർഡ് വൺ ഈസ് അസോസിയേറ്റഡ് കൊളോയിഡ്സ്. അസോസിയേറ്റഡ് കൊളോയിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതൊരു പ്രത്യേക ടൈപ്പ് കൊളോയിഡാണ്. അവിടെ അറ്റ് ലോ കോൺസെൻട്രേഷൻ ദേ ബിഹേവ് ആസ് ഇലക്ട്രോലൈറ്റ്. ലോ കോൺസെൻട്രേഷനിൽ ഇതെന്തായിട്ട് ബിഹേവ് ചെയ്യും? ഇലക്ട്രോലൈറ്റ് ആയിട്ട്, നോർമൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഹൈ കോൺസെൻട്രേഷൻ എടുത്തു കഴിഞ്ഞാലോ കൊളോയിഡായിട്ടും ബിഹേവ് ചെയ്യും. അപ്പോൾ ലോ കോൺസെൻട്രേഷനിൽ ഇലക്ട്രോലൈറ്റ് ആയിട്ടും ഹൈ കോൺസെൻട്രേഷനിൽ കൊളോയിഡായിട്ടും ബിഹേവ് ചെയ്യുന്ന വസ്തുക്കളെയാണ് അസോസിയേറ്റഡ് കൊളോയിഡ്സ് എന്ന് വിളിക്കുക. ആ ഹൈ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അഗ്രഗേറ്റഡ് ഫോം അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് മിസെല്ലെ. അതിന് വിളിക്കുന്നൊരു പേരാണെന്ത്? മിസെല്ലെ. അപ്പോൾ മിസെല്ലെ എന്നുള്ളത് അസോസിയേറ്റഡ് കൊളോയിഡ്സിനൊരു എക്സാമ്പിളാണ്. ഇനി ഈ മിസെല്ലെ എപ്പോഴാണ് ഉണ്ടാവുക? മിസെല്ലെ ഫോർമേഷൻ നടക്കുന്നത് എബവ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ അല്ലേ. ഹൈ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു, അതിൻ്റെ ഒരു പ്രത്യേക ടെമ്പറേച്ചറും വേണം. മിസെല്ലെ ഫോർമേഷൻ ടേക്സ് പ്ലേസ് എബവ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഒരു ടെമ്പറേച്ചറിൻ്റെ മേലെയാണ് മിസെല്ലെ ഫോർമേഷൻ നടക്കുക. ദാറ്റ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ. ക്രാഫ്റ്റ് ടെമ്പറേച്ചർ അതായത് ക്രാഫ്റ്റ് ടെമ്പറേച്ചറിനേക്കാളും ഉയർന്നു കഴിഞ്ഞാൽ മാത്രമേ മിസെല്ലെ ഫോർമേഷൻ നടക്കുകയുള്ളൂ. So, micellar formation takes place above a particular temperature. That temperature is called Kraft temperature. And above a particular concentration, above a particular concentration, that concentration is called critical micellar concentration. Critical micellar concentration. That is CMC. ഇതാണ് അസോസിയേറ്റഡ് കൊളോയിഡ്സ്. അതായത് അസോസിയേറ്റഡ് കൊളോയിഡ്സ് ഈസ് എ ടൈപ്പ് ഓഫ് കൊളോയിഡ് ഇൻ വിച്ച് അറ്റ് ലോ കോൺസെൻട്രേഷൻ ഇറ്റ് ബിഹേവ് ആസ് നോർമൽ ഇലക്ട്രോലൈറ്റ് ആൻഡ് ഹൈ കോൺസെൻട്രേഷൻ ഇറ്റ് ബിഹേവ് ആസ് എ കൊളോയിഡ്. ദെൻ ദാറ്റ് അഗ്രഗേറ്റഡ് ഫോം ഈസ് കോൾഡ് മിസെല്ലെ. മിസെല്ലെ ഫോർമേഷൻ ടേക്സ് പ്ലേസ് above a particular temperature, that is called Kraft temperature, and above a particular concentration which is called critical micellar concentration, that is CMC. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് കൊളോയിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സിൻ്റെ കേസിൽ ഏറ്റവും ലാസ്റ്റ് അസോസിയേറ്റഡ് കൊളോയിഡ്സ്, അതിൻ്റെ അഗ്രഗേറ്റഡ് പാർട്ടിക്കിൾസിന് നമ്മൾ മിസെല്ലെ എന്ന് പേര് കൊടുത്തു. ഇനി എന്താണ് ഈ മിസെല്ലെ ഫോർമേഷൻ്റെ മെക്കാനിസം എന്ന് നോക്കാം. മിസെല്ലെ, സോപ്പ്, ഡിറ്റർജൻറ്റ് ഇവരൊക്കെയാണ് മിസെല്ലേക്ക് എക്സാമ്പിളായിട്ട് വരിക. അപ്പോൾ മിസെല്ലെ ആയിട്ട് നമുക്ക് സോപ്പിനെ കൺസിഡർ ചെയ്യാം. കൂടുതൽ ബാർ സോപ്പുകളായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് സോഡിയം സ്റ്റിയറേറ്റ്. നമുക്കറിയാം സോപ്പ് എന്ന് പറയുമ്പോൾ സോഡിയം ഓർ പൊട്ടാസ്യം സാൾട്ട് ഓഫ് ഹയർ ഫാറ്റി ആസിഡ്. സോപ്പ് എന്താണ്? സോഡിയം ഓർ പൊട്ടാസ്യം സാൾട്ട് ഓഫ് ഹയർ ഫാറ്റി ആസിഡ് ആണ് സോപ്പ്. അങ്ങനത്തെ ഒരു സോപ്പിന് എക്സാമ്പിളാണ് സോഡിയം സ്റ്റിയറേറ്റ്. CH3 CH2 16 ടൈംസ് COON. അപ്പം ഇങ്ങനത്തെ ഈ ഒരു പാർട്ടിനെ CH3 CH2 എന്നുള്ള ഈ ഒരു പാർട്ട് അതൊരു ആൽക്കൈൽ പാർട്ടാണ്. ആ ആൽക്കൈൽ പാർട്ട് അതിന് നമ്മൾ ആ ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടി അതിന് പകരം R എന്ന് കൊടുത്തു. ആൽക്കൈൽ ഗ്രൂപ്പിനെ കാണിക്കാൻ ക്യാപിറ്റൽ ലെറ്റർ R കൊടുത്തു. ബാക്കി COON ഇവിടെ കൊടുത്തു. RCOON. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? സോപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഈ സോപ്പ് ഡിസോസിയേറ്റ് ചെയ്യാം. സോപ്പ് മോളിക്യൂളിനെ ഡിസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ വാട്ടറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഡിസോസിയേറ്റ് ചെയ്യും. ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ബിക്കംസ് RCOO- ആൻഡ് Na+. RCOO- Na+ഉം ആയിട്ട് മാറും.
ഇനി നമ്മൾ ഈ ഒരു പാർട്ട് മാത്രം എടുക്കാം. RCOO- എന്നുള്ള പാർട്ട് മാത്രം എടുക്കാം. ഇതിൽ R എന്നുള്ള പാർട്ട്, അതായത് ഹൈഡ്രോ കാർബൺ പാർട്ട് അല്ലേ, കാർബണും ഹൈഡ്രജനും മാത്രമാണ് ഈ R പാർട്ടിലുള്ളത്. ഹൈഡ്രോ കാർബൺ പാർട്ട് ഇത് ഹൈഡ്രോഫോബിക് എൻഡാണ്, വാട്ടറുമായിട്ട് കൂടിച്ചേരാത്ത ഭാഗം. അത് ഹൈഡ്രോഫോബിക് എൻഡായിട്ടാണ് ആക്ട് ചെയ്യുക. ഹൈഡ്രോഫോബിക് എൻഡ്, അത് ഹൈഡ്രോ കാർബൺ പാർട്ട് എന്താണ്? ഹൈഡ്രോഫോബിക് എൻഡ്, വാട്ടറുമായിട്ട് കൂടിച്ചേരൂല. പിന്നെ ഈ COO- എന്നുള്ള ആനയോണിക് പാർട്ട്, അതിന് നമുക്ക് കാർബോക്സിലിക് പാർട്ട് എന്ന് പറയാം. ഈ കാർബോക്സിലിക് പാർട്ട് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഹൈഡ്രോഫിലിക് എൻഡായിട്ട് ആക്ട് ചെയ്യുന്നു. ഹൈഡ്രോഫിലിക് എൻഡായിട്ട് ഇതും ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഹൈഡ്രോഫിലിക് എൻഡായിട്ട് കാർബോക്സിലിക് പാർട്ടും ഹൈഡ്രോഫോബിക് എൻഡായിട്ട് ഹൈഡ്രോ കാർബൺ ഓർ ആൽക്കൈൽ പാർട്ടും ആക്ട് ചെയ്യുന്നു. ഇതിന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഒരു ഈ രൂപത്തിൽ നമുക്ക് ഇങ്ങനെ കാണിക്കാം. ഈ ഭാഗം, ഈ സ്ഫിയറുള്ള ഭാഗം ഹൈഡ്രോഫിലിക് എൻഡ്, ദെൻ ഈ ടൈലായിട്ടുള്ള ഭാഗം ഹൈഡ്രോഫോബിക് എൻഡ് നമ്മളിങ്ങനെ കൊടുക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സോപ്പ് മോളിക്യൂളുകൾ ഇങ്ങനെ കൂടിച്ചേരാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഹൈഡ്രോഫോബിക് എൻഡ് ഈ കാണുന്നതാണ്, ഈ എൻഡ്. ഇവിടെയാണ് നമ്മൾ ക്ലീൻ ചെയ്യാനുള്ള ഡേർട്ട്, അഴുക്ക്. ഈ അഴുക്കിൻ്റെ പ്രത്യേകത, ഡേർട്ട് ഈസ് ഓയിലി ഇൻ നാച്ചർ, ഓയിൽ സ്വഭാവമാണ്. ഓയിൽ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോഫോബിക് ആണ്. അപ്പോൾ ഈ ആൽക്കൈൽ പാർട്ട് എന്ത് ചെയ്യും? ഡേർട്ടുമായിട്ട് ഇങ്ങനെ കൂടിച്ചേരും. ഇവിടെയാണ് ഡേർട്ട് ഉള്ളത്. ഹൈഡ്രോഫിലിക് എൻഡ് എന്ത് ചെയ്യും? ഇവിടെയുള്ള വാട്ടറുമായിട്ടും കൂടിച്ചേരും. അങ്ങനെ ഒരേ സമയം സോപ്പ് മോളിക്യൂള് ഹൈഡ്രോഫിലിക് എൻഡുമായിട്ടും, ഹൈഡ്രോഫിലിക് എൻഡ് വാട്ടറുമായിട്ടും, ഹൈഡ്രോഫോബിക് എൻഡ് ഡേർട്ടുമായിട്ടും കൂടിച്ചേരുമ്പോഴാണ് ക്ലീനിങ് ആക്ഷൻ പോസിബിൾ ആവുക. ക്ലൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ് എന്നുള്ളതാണ്. ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഈ ഒരു സ്ഫെറിക്കൽ ഷേപ്പിൻ്റെ പേരാണെന്ത്? മിസെല്ലെ. സോപ്പ് മോളിക്യൂളിൻ്റെ ഈ ഒരു സ്ഫെറിക്കൽ ഷേപ്പിനെയാണ് എന്തെന്ന് വിളിക്കുക? മിസെല്ലെ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്രയാണ്? മിസെല്ലെ ഫോർമേഷൻ്റെ മെക്കാനിസത്തിൽ ആദ്യം മിസെല്ലെ എന്നുള്ളത് സോപ്പാണെന്ന് മനസ്സിലാക്കണം. ദെൻ സോപ്പിനെ നമുക്ക് RCOONA എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. When dissociated, it becomes RCOO- and Na+. Then this one, RCOO- has two parts. Alkyl part or hydrocarbon part has hydrophobic end, and anionic part or carboxylic part is hydrophilic end. Then ക്ലീനിങ് സമയത്ത് എന്ത് ചെയ്യും? രണ്ടും കൂടെ ഒന്നിച്ച് കൂടിച്ചേരും. ഹൈഡ്രോഫോബിക് എൻഡ് ഡേർട്ടുമായിട്ടും ഹൈഡ്രോഫിലിക് എൻഡ് വാട്ടറുമായിട്ടും കൂടിച്ചേരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഇത്തരത്തിലുള്ള ഒരു സ്പെറിക്കൽ ഷേപ്പ് മിസെല്ലെ ഫോം ചെയ്യും. ഒരേ സമയം കൂടിച്ചേരുന്നത് കൊണ്ടാണ് അവിടെ ഡേർട്ട് റിമൂവ് ചെയ്യും. ദാറ്റ് ഈസ് ക്ലീനിങ് ആക്ഷൻ ഓഫ് സോപ്പ് ടേക്സ് പ്ലേസ്.